ആദ്യ ദിവസം തന്നെ ഇത്തരത്തിൽ ശക്തമായ ആക്രമണം US നടത്തി. ആ ആക്രമണം തന്നെ പരമോന്നത നേതാവിനെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണം ആയിരുന്നു. അതിനുശേഷം ട്രംപ് മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആവശ്യം പുതിയ നേതാവിനെ തിരഞ്ഞെടുക്കുമ്പോൾ തൻ്റെ അഭിപ്രായം കൂടി പരിഗണിക്കണമെന്നാണ്. പക്ഷേ അതൊന്നും കണക്കിലെടുക്കാൻ ഇറാൻ ഒരു ഘട്ടത്തിലും തയ്യാറായില്ല. നമ്മൾ ആദ്യ ദിവസം മുതൽ ഇങ്ങോട്ട് ഓരോ ഘട്ടവും എടുത്താൽ എന്തൊക്കെ US പറയുന്നോ അതിനൊക്കെ വിപരീതമായി ഇറാൻ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു. ആദ്യഘട്ടത്തിൽ ഒരു റിജൈം ചേഞ്ച് എന്ന ആവശ്യം മുന്നോട്ട് വെച്ചു, അതിനോട് പ്രതികരിച്ചില്ല. രണ്ടാം ഘട്ടത്തിൽ ആക്രമണം ശക്തമാക്കുമെന്ന മുന്നറിയിപ്പ് നൽകി. അതിനോട് മിഡിൽ ഈസ്റ്റിലെ US-ന്റെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയുള്ള ആക്രമണങ്ങൾ തുടർന്നു. മൂന്നാം ഘട്ടത്തിൽ ഇത്തരത്തിൽ ഒരു റിജൈം ചേഞ്ച് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും തൻ്റെ അഭിപ്രായം കൂടി പരിഗണിക്കണം എന്ന് പറഞ്ഞു. മാത്രമല്ല ഇപ്പോൾ ആക്രമിക്കുന്നതിൻ്റെ ഇരട്ടി ശക്തിയിൽ ഇറാനെ ആക്രമിക്കണമെന്നൊരു മുന്നറിയിപ്പ് ആ ഘട്ടത്തിൽ ട്രംപ് നൽകി. പക്ഷേ അതിനോട് ഇറാന്റെ പ്രതികരണം കടുത്തതായിരുന്നു. ഹോർമൂസ് കടലിടുക്ക് അടച്ചുകൊണ്ടാണ് ഇറാൻ അതിനോട് പ്രതികരിച്ചത്. സ്വാഭാവികമായും ആദ്യഘട്ടം മുതൽ അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾക്കൊക്കെ തന്നെ ഇറാൻ ശക്തമായ ഭാഷയിലാണ് മറുപടി പറയുന്നത്. നേരത്തെ രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ മുജ്തബയുടെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ച ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അദ്ദേഹത്തിന് വലിയ തോതിലുള്ള പരിക്ക് ആദ്യ ദിവസത്തെ ആക്രമണത്തിൽ തന്നെ ഉണ്ടായി. പക്ഷേ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറാൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടു. അതായത് ശക്തമായ ആക്രമണം തുടരുമെന്നും പകരം ചോദിക്കുമെന്നുമുള്ള സന്ദേശമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നത്. സ്വാഭാവികമായും അങ്ങനെ വരുമ്പോൾ ഉടനൊന്നും ഈ യുദ്ധം അവസാനിക്കില്ല എന്ന് തന്നെയാണ് കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. മുജ്തബയും അമേരിക്ക ലക്ഷ്യമിടുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. കാരണം അമേരിക്കൻ സൈനിക വിഭാഗത്തിൻ്റെയും അതോടൊപ്പം തന്നെ അവിടുത്തെ പ്രധാന നേതാക്കളുടെയും വാക്കുകൾ വ്യക്തമാക്കുന്നത് മുജ്തബയും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നീക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നതും. തീർച്ചയായും അതാണ് പ്രധാനപ്പെട്ട കാര്യം.